ഇന്ന് നമ്മൾ ചെയിൻ സ്റ്റിച്ചാട്ടോ ചെയ്യുന്നത്. ഇതുപോലെ സൂചി അടിയിൽ നിന്ന് മേളിലോട്ട് കുത്തി എടുത്തിട്ട് ഇത് കണ്ടോ, ഈ ത്രെഡിനോട് തൊട്ട് ചേർന്ന് തന്നെ ഈ സൂചി നമ്മൾ കുത്തി മേളിലോട്ട് എടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ എടുത്തിട്ട് ഈ ത്രെഡ് ഈ നമ്മുടെ ഈ സൂചിയില്ലേ ഈ നീഡിലിൻ്റെ അടിവശത്തൂടെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ അടിവശത്തൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ ആ സൂചി നീഡിലിങ്ങ് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ സ്റ്റിച്ച് കിട്ടി. ചെയിൻ സ്റ്റിച്ചിൽ ആദ്യത്തെ സ്റ്റിച്ച് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ചെയ്യാനായിട്ട് ഈ നമ്മളിപ്പോൾ ചെയ്ത ആ സ്റ്റിച്ചിനകത്തൂടെ ഇതുപോലെ നീഡിൽ കുത്തിയെടുത്ത് ഇത് കണ്ടോ, വീണ്ടും നമ്മൾ ഇതുപോലെ കുത്തിയെടുത്തിട്ട് ആ ത്രെഡ് ആ സൂചിക്ക് അടിയിൽ കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റിച്ചും കിട്ടി. ഇത് കണ്ടോ, ഇതുപോലെ സൂചി വലിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റിച്ചും കിട്ടി. ഇത് കണ്ടോ, ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഓരോ തവണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കണ്ടോണം, നമ്മളിപ്പോൾ ചെയ്തെടുത്ത സ്റ്റിച്ചല്ലേ ഇത് അടുത്ത തവണ നമ്മൾ കുത്തിയെടുക്കുമ്പോൾ ഇപ്പോൾ കുത്തിയെടുത്തതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ആ ത്രെഡിൻ്റെ തൊട്ട് പിന്നിലായിട്ട് വേണം കേട്ടോ കുത്തിയെടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതുപോലെ അതിൻ്റെ പിന്നിലായിട്ട് വേണം നമ്മൾ ഓരോന്ന് കുത്തിയെടുക്കാനായിട്ട്. പിന്നെ ഓരോ തവണ നമ്മൾ കുത്തിയെടുത്ത് ആ ത്രെഡ് നീഡിലിൻ്റെ അടിഭാഗത്തൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരേ ഡയറക്ഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ത്രെഡ് കെട്ടിട്ടെടുക്കണ്ടേ ഈ സ്റ്റിച്ച് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട്. ഇത് കണ്ടോ, നമ്മളിപ്പം കുത്തിയെടുത്ത് ആ ത്രെഡിനോട് ചേർന്ന് ഇതുപോലെ നീഡിൽ കുത്തിയെടുത്തിട്ട് അടിഭാഗത്ത് ഇങ്ങനെ കെട്ടിട്ട് കൊടുത്താൽ മതി, അഴിഞ്ഞു പോകത്തില്ല കേട്ടോ. ഇനി ഇതിനകത്താണ് നമ്മളിത് കെട്ടിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ സ്റ്റിച്ചില്ലേ അതങ്ങ് അഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളതിന് തൊട്ട് അതായത് ആ സ്റ്റിച്ചിന് വെളിയിലായിട്ട് നമ്മൾ സൂചി കുത്തിയെടുത്ത് കെട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതുവരെ നമ്മൾ മൊത്തത്തിൽ 4 സ്റ്റിച്ചുകൾ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മൊത്തത്തിൽ റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്. ഇതിൽ ചെയിൻ സ്റ്റിച്ചിൽ നിങ്ങൾ നോക്കിക്കുക, ആദ്യത്തെ കുറച്ച് ത്രെഡുകൾ കണ്ടോ ചേർന്നിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ഇത് വലിയ ഡിസ്റ്റൻസ് ഇല്ലാതെ സൂചി കുത്തിയെടുത്തത് കൊണ്ടായിട്ടോ ഇങ്ങനെ ചേർന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് അകത്തി സൂചി, അതായത് നീഡിൽ കുറച്ചുകൂടെ അകത്തി എടുത്തത് കൊണ്ടാണ് അത് അത്രയും സ്റ്റിച്ചുകൾ കുറച്ച് അകന്നിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് കേട്ടോ.